عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ ശ്രോതാക്കളെ, ഈ വേളയിൽ യുദ്ധങ്ങൾ തീർക്കുന്ന പുതിയ ലോകക്രമം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. പുലിച്ചർ നേട്ടത്തിന് അർഹനായ മസാബ് അബു തോഹയുടെ രചനയിൽ ഒന്നിങ്ങനെയാണ്: എനിക്കെൻ്റെ മാതൃരാജ്യത്തെ പോലും ഇപ്പോൾ തിരിച്ചറിയുന്നില്ല, മറിച്ച് അവയുമായുള്ള ഏതാനും ചില ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. ബോംബഡ് ഓപ്പൺ ദി ഡോർ ഹോമർ എന്ന കവിതയിലെ മറ്റൊരു വരിയും കൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓർമ്മകളെ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക, കാരണം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മകളെ പുനർജീവിക്കാൻ കഴിയുകയില്ല. യുദ്ധങ്ങൾ തീർക്കുന്ന ഭീതിയെയും അവർ മാറ്റിമറിക്കുന്ന ജീവിതത്തെയുമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. യുദ്ധം എവിടെയും നീതിക്കിരിപ്പിടം നൽകുന്നില്ല, മറിച്ച് ഏതൊരു കാലത്തും ഏതൊരവസ്ഥയിലും എവിടെയാണെങ്കിലും യുദ്ധം അനീതി മാത്രമാണ് ഉൾവഹിക്കുന്നത്. യഥാർത്ഥത്തിൽ അധികാരങ്ങൾക്കിടയിലും ഭരണകൂടങ്ങൾക്കിടയിലുമുള്ള കച്ചവടമാണ് യുദ്ധം. യുദ്ധത്തിന് വിജയമില്ല, പരാജയങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് യുദ്ധത്തിനുള്ളത്. കൂട്ടക്കരച്ചിലുകളും കൂട്ടപ്പാലായനങ്ങളും മരണങ്ങളും പീഡനങ്ങളും അനാഥത്വവുമാണ് ഏതൊരു യുദ്ധവും ബാക്കി വെക്കുന്നത്. കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം, ഫലസ്തീനെതിരെയുള്ള ഇസ്രായേലിന്റെ ക്രൂരത, ഇവയെല്ലാം നിരീക്ഷിക്കുമ്പോൾ ഇത് വ്യക്തമായി കാണാവുന്നതാണ്. ഇതിനൊന്നിനും മനുഷ്യൻ എന്ന സാമൂഹിക യൂണിറ്റിന് യാതൊരു പങ്കുമില്ല. എത്യോപ്യൻ ആഭ്യന്തര തർക്കത്തിനിടയിൽ 13,000-ഓളം വരുന്ന സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത് എന്നാണ് എത്യോപ്യൻ മനുഷ്യാവകാശ കമ്മീഷന്റെ കീഴിലുള്ള സംയുക്ത സമിതി റിപ്പോർട്ട് ചെയ്തത്. ലോക ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമെന്ന് രേഖപ്പെടുത്തിയ ബോസ്റ്റിയം വംശത്തിൽ 20,000 മുതൽ 80,000 വരെയുള്ള സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്. എന്തിനുമേറെ കഴിഞ്ഞ 2ാം ലോക മഹായുദ്ധത്തിൽ കംഫർട്ട് വുമൺ എന്നൊരു പ്രസ്താവന തന്നെ നിലവിൽ വന്നു. സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളും യുദ്ധത്തിന്റെ പ്രധാന ഇരകളായിരുന്നു. 1.5 ലക്ഷത്തോളം വരുന്ന മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞ ഫലസ്തീന്റെ മണ്ണിൽ 40% കുഞ്ഞുങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ 40 കുഞ്ഞുങ്ങളുടെ തലയൊടുക്കപ്പെട്ട നുണകഥ വിശ്വസിച്ചവർക്ക് ഇത് മിഥ്യമല്ല, സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു ഫലസ്തീന്റെ കുഞ്ഞുങ്ങൾ പാർക്കുന്ന അഭയകേന്ദ്രങ്ങളിൽ വരെ ഇസ്രായേലിന്റെ സൈനികർ ബോംബിടുന്നത്. ഏതൊരു യുദ്ധത്തിന് ശേഷവും അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. യുണൈറ്റഡ് നാഷണൽ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിയുടെ കണക്ക് പ്രകാരം 28 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെയാണ് സിറിയൻ യുദ്ധം സൃഷ്ടിക്കപ്പെട്ടത്. 2020 കണക്കുകൾ പ്രകാരം 28 ലക്ഷത്തോളം വരുന്ന അഫ്ഗാൻ അഭയാർത്ഥികളാണ് വിവിധ രാജ്യങ്ങളിലെ ദുരിതം അനുഭവിച്ചുകൊണ്ട് അഭയം കൊള്ളുന്നത്. ഫലസ്തീന്റെ മണ്ണിൽ ഇസ്രായേലിന്റെ ക്രൂരത കാണാം. 57 ലക്ഷത്തോളം വരുന്ന മനുഷ്യരാണ് പലായനം ചെയ്യുന്നത്. മാത്രമല്ല, യുദ്ധം ബാക്കി വെക്കുന്ന മറ്റൊരു മുറിവും കൂടിയാണ് സാമ്പത്തിക തകർച്ച. സാധനങ്ങളുടെ വിലക്കയറ്റം, പണച്ചുരുക്കവും ജനങ്ങളെ വലിയ തോതിൽ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. 2014 ക്രൂഡ് ഓയിലിന്റെ വില $40 ഉയർത്തിയതിനു ശേഷം ഇത് യുദ്ധത്തിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു യുദ്ധം ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എത്രത്തോളമാണ് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു സ്കൂൾ കുട്ടിയുടെ സ്വപ്നം കൂടിയാണ് യുദ്ധത്തിന് തകർന്നു പോകുന്നത്. ഒരു യുദ്ധത്തിൽപ്പെട്ട അഭയാർത്ഥിക്ക് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ട്രോമയിൽപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് ആ അഭയാർത്ഥിക്ക് വരുന്നത്. 2013 ഒക്ടോബർ 13 റഫാത്തുൽ ആലമീൻ പോസ്റ്റ് ചെയ്തൊരു കവിതയുണ്ട്: എനിക്ക് മരിക്കേണ്ടി വന്നാൽ നീ ജീവിക്കണം, എൻ്റെ കഥകൾ പറയാൻ, എൻ്റെ സാധനങ്ങൾ വിറ്റയക്കാൻ, എനിക്ക് വേണ്ടി ഒരു തുള്ളി നൂൽ ചുരുളും, എനിക്ക് വേണ്ടി ഒരു തുള്ളി വസ്ത്രവുമാണ്. അതിനാൽ വിജയമില്ലാത്ത ആത്മാവില്ലാത്തവരുടെ പേക്കൂത്താണ് യുദ്ധം എന്ന് ഓർമ്മിപ്പിച്ച് ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രത്യാശയോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.